ഓ മൈ ഗോഡ്, താങ്ക്സ് ടു ഗോഡ്. ഇനി ഇതെല്ലാം ക്ലിയർ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഇന്നൊരു ക്രാബ് മസാലയും 2 മീനെടുത്ത് വറുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് ഈ ചെറിയ കാലുകളെല്ലാം വേണ്ട. അതൊക്കെ ഞാൻ പൊടിച്ചു പോലെയാണ്. ഉണ്ടല്ലോ ചെറിയ കാലിലെ പകുതി ഞാൻ എടുക്കുമ്പോൾ പകുതി പൊടിച്ചു കളയണം. സിമ്പിളാണ് പരിപാടി. കാല് ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുക്കുക. ആക്ച്വലി എടുക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ എടുക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ട് കറി ഉണ്ടാക്കാൻ പോകും. ഇത് കഴുകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ് കഴുകാണ്ടേ ഈ സൈഡിൽ കൂടി കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും. ഡയറക്റ്റ് കഴുകിയിട്ടുണ്ടെങ്കിൽ ഉള്ള മാംസെല്ലാം മെൽറ്റായി പോകും. അത് ജസ്റ്റ് കെയർ ചെയ്താൽ മതി. ബാക്കി സംഭവം ഒന്നും പൊടിയാം. മീൻ വറുക്കാനായിട്ട്, മീൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, വേറെ ഒന്നുമില്ല, മല്ലിപ്പൊടി, ഈ 3 ഐറ്റം മതി. കുറച്ച് ഫിഷ് മസാല, ഉപ്പ്, പിന്നെ വേറെ എന്താ വേണ്ടത്, മല്ലിപ്പൊടി. ഒരു 3 മീൻ ഫ്രൈ ചെയ്യാനായിട്ടാണ്. ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടേ ഫിഷിൽ സെറ്റാക്കി വയ്ക്കാം. എന്നിട്ട് ഓവൻ ഫ്രൈ ആണ്. ഇച്ചിരി ഓയിലിട്ടിട്ട് ഓവൻ ഫ്രൈ ചെയ്യും. അങ്ങനെ മീൻ ഫ്രൈ ചെയ്യാനായിട്ടെല്ലാം മസാലയ്ക്ക് പറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് ചൂടാക്കണല്ലോ. അപ്പോഴേക്കും നമുക്ക് ക്രാബ് കറിയൊക്കെ റെഡി ആവുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാനപ്പോൾ ക്രാബ് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചോറും ക്രാബ് മസാലയും മീൻ വറുത്തതും ആണ്. ക്രാബ് മസാലയ്ക്കുള്ള മസാല ഉണ്ടാക്കാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പെപ്പർ കൂടുതലെടുക്കണം. മുളക് അധികം എടുക്കണില്ല, പെപ്പറായിട്ട് ഇട്ടിട്ട് ചെയ്യാനാണ്. സ്വല്പം ജീരകം. 2 കറിക്ക് ആവശ്യമുള്ള ഗരം മസാല ഞാൻ സെൽഫ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഒരു 4 ഗ്രാമ്പ്, പിന്നെ 2 ചെറിയ പട്ട, ഒരു 5-6 ഏലക്ക, ഇതെല്ലാം ഈ അരപ്പിൻ്റെ കൂടെ തന്നെ ഇടാണ്. ഇനിയിപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടേ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഈ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ. ആ മസാല അതിലേക്ക് ഒഴിച്ച് അരച്ച മസാല ചൂടായ എണ്ണയിൽ ഡയറക്റ്റ് ഇടണം. ആദ്യം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ചോപ്പ്ഡ് ആനിയൻ, കറി ലീഫൊക്കെ ഇടും. അരച്ച മസാല ഇച്ചിരി ഒന്ന് ഡാർക്ക് കളർ വരുമ്പോഴേ ഓണിയൻ അതിലേക്ക് ഇടണം. ബേ ലീഫ്, കറി ലീഫ്, തക്കാളി, ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി,
മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ്, അധികം സ്പൈസ് ഉണ്ടാവില്ല. മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി കഴുകി വെച്ച ഞാണ്ടെല്ലാം മൊത്തം അതിലേക്ക് തട്ടാണ് ഞാൻ. അപ്പോഴേക്കിനും മീൻ തിരിച്ചിടാറായി. മീൻ തിരിച്ചിട്ട് മീൻ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്ന അതിപ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഓവൻ ഫ്രൈ ചെയ്യണം വിചാരിച്ചു. ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ടേ, ഇച്ചിരി മല്ലിയില, ഇതോട് കഴിഞ്ഞ പരിപാടി. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഡ്രൈ ആയി മസാല പറഞ്ഞായിരിക്കും വേവിക്കും. ഞണ്ടങ്ങോട്ട് കിടന്ന് തിളച്ച് മറിയണത്. ഇനി ഈ വെള്ളം ഡ്രൈ ആണമായിരിക്കും ഇതിനെ കൊല്ല ചെയ്യും ഞാൻ. അങ്ങനെ ഒരു ഭാഗത്ത് ചോറിനെല്ലാം അരിയും വെച്ച് നമ്മുടെ ഞണ്ടങ്ങോട്ട് കിടന്ന് തിളച്ച് മറിയണത്. പിന്നെ മീനിൻ്റെ സ്ഥിതി എന്തായി? മീനും റെഡിയായി. മീനൊന്നുകൂടി ഡ്രൈ ആവട്ടെ. അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ ഞണ്ട് മസാല റെഡിയായി ഗൈസ്. ചോറും റെഡിയായി. ഇതും കഴിഞ്ഞു, മീൻ്റെയും കഴിഞ്ഞു പരിപാടി. ഓക്കെ ഗൈസ്, ഇപ്പോൾ കഴിക്കാം. അങ്ങനെ ഫൈനലായിട്ടുള്ള സ്റ്റേജാണത്. ഓക്കെ ഗൈസ്, ഞാൻ ലഞ്ച് കഴിക്കട്ടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.